ഹനീഫ് അദേനിയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള മാർക്കോയിൽ വില്ലൻ ഒരു ഘട്ടത്തിൽ മാർക്കോയോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഐ അപ്രീഷിയേറ്റ് യുവർ വാലർ ബട്ട് ഐ ഫീൽ സോറി അബൌട്ട് യുവർ ബ്രെയിൻ. അതായത് ധീരത നല്ലതുപോലെ ഉണ്ട്, പക്ഷേ ബുദ്ധി അത്രയ്ക്കില്ല. മാർക്കോ എന്ന കഥാപാത്രം ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങൾ ഈ സിനിമയിൽ കാണുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണെന്ന് തോന്നും. മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും വയലൻ്റ് സിനിമ എന്ന രീതിക്ക് മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മാർക്കോ ആ ഒരു കാര്യത്തിൽ പ്രോമിസ് കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ വയലൻസിൻ്റെ പർപ്പസ് കാരണം ഹീറോയ്ക്ക് വേണ്ടി റൂട്ട് ചെയ്യാൻ പ്രേക്ഷകനെ സിനിമ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു കോൺഫിഡൻ്റായ യെസ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വളരെ ജനറിക് ആയിട്ടുള്ള ഒരു റിവെഞ്ച് സ്റ്റോറിയെ പരമാവധി വയലൻസ് കുത്തി നിറച്ച് പോരായ്മകൾ ഒളിപ്പിക്കുക എന്നൊരു പരിപാടിയാണ് മാർക്കോയിൽ ചെയ്തിട്ടുള്ളത്. മികച്ചത് എന്ന് തോന്നിയ ഒരു കാര്യം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയുള്ള ആക്ഷൻ സിനിമകൾ എടുക്കാനുള്ള ടെക്നിക്കൽ നോളജ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ്. അതിൻ്റെ എഴുത്തിൽ മാത്രമേ ഇനി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുള്ളൂ. നിവിൻ പോളിയുമായി ഹനീഫ് അദേനി ആദ്യമായി കൈകോർത്ത മിഖായലുമായിട്ട് ഈ സിനിമയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ആ സിനിമയിലെ മാർക്കോ എന്ന കഥാപാത്രത്തെ ഉപയോഗിച്ച് ഒരു പുതിയ കഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. പുതിയ കഥയിൽ കേരളത്തിലെ ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് സിൻഡിക്കേറ്റ് ഉണ്ട്. മാർക്കോയുടെ മൂത്ത ചേട്ടൻ അതിലെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ്. ഒരു ഘട്ടത്തിൽ മാർക്കോയുടെ ഇളയ സഹോദരൻ ദാരുണമായി കൊല ചെയ്യപ്പെടുകയും ഇന്ത്യക്ക് പുറത്തായിരുന്ന മാർക്കോ അതറിഞ്ഞ് ഇന്ത്യയിലേക്ക് വരികയും ചെയ്യുന്നു. അനിയൻ്റെ കൊലപാതകികളെ കണ്ടുപിടിക്കാൻ മാർക്കോ നടത്തുന്ന ശ്രമങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. വയലൻസ് കാണിച്ചാലേ സിനിമകൾ മോശമാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഈ അടുത്ത് വന്ന കിൽ എന്ന ഹിന്ദി സിനിമയും ജോൺ വിക്ക് സിനിമകളും ഒക്കെ ആസ്വദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. മേൽപ്പറഞ്ഞ സിനിമകളിലൊക്കെ വ്യക്തിപരമായി ഉണ്ടായിട്ടുള്ള മുറിവിന് പകരം വീട്ടാൻ ഒരാൾ ഒരു കൂട്ടം ആൾക്കാർക്കെതിരെ വയലൻസ് അഴിച്ചുവിടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ആ സിനിമകളെല്ലാം ആ കഥാപാത്രത്തിൻ്റെ വേദനയും ദേഷ്യവും വളരെ റിയലായി റോ ആയി അവതരിപ്പിച്ചപ്പോൾ മാർക്കോ അതിനെ കുറേ അധികം സ്റ്റൈലൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പല ഡയലോഗുകളും കല്ലുകടി ഉണ്ടാക്കുന്നവയാണ്. ഇവർ മിണ്ടാതിരുന്ന് ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ ഉദ്ദേശിച്ച മാസ് എഫക്റ്റ് കുറച്ചുകൂടെ നല്ല രീതിയിൽ കിട്ടുമായിരുന്നു എന്ന് പല സ്ഥലത്തും തോന്നി. പ്രജാപതി എന്ന സിനിമയിൽ ദ ഗുഡ് ദ ബാഡ് ആൻഡ് ദി അഗ്ലി എന്ന സിനിമയിലെ ക്ലാസിക് ഡയലോഗ് മമ്മൂട്ടി പറഞ്ഞതിന് ശേഷം പുള്ളി വെടികൊണ്ട് ചാകുന്ന ഒരു ട്രോൾ വീഡിയോ അടുത്ത കാലത്ത് വൈറലായിരുന്നു. മാർക്കോയിൽ മാസായി എടുത്തു വെച്ചിട്ടുള്ള പല സീക്വൻസുകൾക്കും ഈ ഒരു സ്വഭാവമുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി എന്ന നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയ്ക്ക് നല്ല പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസം മാർക്കോ തരുന്നുണ്ട്. ചന്ദ്രു സെൽവരാജിൻ്റെ സിനിമാറ്റോഗ്രാഫി ഗംഭീരമാണ്. സ്റ്റൈലും ക്രാഫ്റ്റും നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് സിനിമ ഉദ്ദേശിക്കുന്ന ഒരു വിഷ്വൽ ടോൺ കൊണ്ടുവരാൻ ചന്ദ്രുവിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിഷ്വൽ എഫക്ട്സും പ്രോസ്തറ്റിക് മേക്കപ്പും മികച്ചതാണ്. എഴുത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് സിനിമ പരാജയപ്പെടുന്നത്. ഒന്നിനു പുറകെ ഒന്നായി നിരത്തി വെച്ചിട്ടുള്ള സെറ്റ് പീസുകൾ ഒരർത്ഥത്തിൽ എഴുത്തിൻ്റെ പോരായ്മ മറച്ചുവെക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അവിടെയും നമ്മുടെ ശ്രദ്ധ കഥയിലേക്ക് പോകാതിരിക്കാൻ പരമാവധി വയലൻസ് കുത്തിത്തിരികുന്നുണ്ട്. RDXും ഒരർത്ഥത്തിൽ ഇതേ ഫോർമാറ്റിലുള്ള സിനിമയാണ്. അതിൽ വില്ലന്മാർ ഒരു പിഞ്ചു കുഞ്ഞിനോട് ചെയ്യുന്ന ക്രൂരതയാണ് നമ്മളെ ഹീറോസിന് വേണ്ടി റൂട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ RDXിലെ ട്രിഗർ പോയിൻറ്റിൻ്റെ 10 മടങ്ങ് ശേഷിയുള്ള ഒരു ഇവൻറ്റ് നടന്നിട്ടും ആളുകൾ കൈയടിക്കുന്നത് അത് കഴിഞ്ഞ് ഹീറോ മുടി വെട്ടി കൂളിംഗ് ഗ്ലാസ് വെക്കുന്നതിനാണ്, അല്ലാതെ പ്രതികാരം നടത്തുമ്പോൾ അല്ല. ഫൈറ്റുകൾക്കിടയിൽ ഇൻവിസിബിൾ കട്ടുകൾ ഉപയോഗിച്ച് ഷമീർ മുഹമ്മദ് സെറ്റ് പീസുകളെ ഒന്നുകൂടി മികച്ചതാക്കുന്നുണ്ട്. KGFിലും സലാറിലും ഒക്കെ ഉള്ളതുപോലെ വളരെ ലൗഡായിട്ടുള്ള തിയേറ്റർ ഓഡിയൻസിന് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് രവി ബസ്രൂറും മാർക്കോയ്ക്കും കൊടുത്തിട്ടുള്ളത്. ആനിമലിനും KGFിനും കൈയടിച്ചിട്ടുള്ള യുവാക്കളെ തിയേറ്ററിൽ പിടിച്ചിരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഹനീഫ് അദേനി ഓരോ ഫൈറ്റ് സീക്വൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ചിലതൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ വല്ലാതെ എക്സോസ്റ്റിംഗ് ആയി മാറുന്നുണ്ട്. കൈദിക്ക് ശേഷം ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരുവിധം എല്ലാ ആക്ഷൻ പടങ്ങളിലുമുള്ള M134 മിനി ഗണ്ണ് ഈ പടത്തിലും കയറി വരുന്നുണ്ട്. നല്ല ഫിസിക്ക് ഉണ്ടാവുക, ആക്ഷൻ ബിലീവബിളായിട്ട് അവതരിപ്പിക്കുക, ഇത് രണ്ടുമാണ് ഈ സിനിമയിൽ ഹീറോയ്ക്ക് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ. അത് രണ്ടും ഉണ്ണി മുകുന്ദനുണ്ട്. ഡയലോഗുകളിലേക്ക് വരുമ്പോൾ പല സ്ഥലത്തും പുള്ളിക്ക് ഉദ്ദേശിച്ചൊരു സ്വാഗ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ സിദ്ദിഖും ജഗദീഷും ഒഴികെ ഈ സിനിമയിലെ ബാക്കി ഒരു കഥാപാത്രത്തിനും എഴുതി വെച്ച ഡയലോഗ് ഉദ്ദേശിച്ച ഒരു ഇൻറ്റൻസിറ്റിയോടുകൂടി പറയാൻ പറ്റുന്നില്ല. വില്ലന്മാരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഡ്രമാറ്റിക് ആയിട്ടുള്ള മലയാളം ഡയലോഗുകൾ പറയുന്നത് പോലെ തോന്നി. മാർക്കോയുടെ റൊമാൻറ്റിക് ലൈഫ് ഈ സിനിമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്ന ഒന്നാണ്. ഒരു ഘട്ടത്തിൽ നായിക മാർക്കോ വളരെ ടോക്സിക് ആണ് എന്ന് പറയുമ്പോൾ ഈ ടോക്സിസിറ്റിയും ഒബ്സഷനും ഒക്കെയാണ് എൻ്റെ പ്രേമം എന്ന് മാർക്കോ തിരിച്ചു പറയുന്നുണ്ട്. നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊരു ഡയലോഗ് കൂടി കാച്ചുന്നുണ്ട്. സന്ദീപ് റെഡ്ഡി വാങ്ക ഈ സിനിമ കണ്ടിരുന്നെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചേനെ ആ സീനിന്. ആനിമലിലും KGFിലും ചെലവായ സാധനങ്ങളെ മാത്രം എടുത്ത് ചോരയിൽ മുക്കി വെച്ച ഒരു മാഷപ്പാണ് ആകെ മൊത്തത്തിൽ മാർക്കോ.